LPG പ്രശ്നം വളരെയധികം രൂക്ഷമാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ കടകളിലൊക്കെ ഫുഡും സ്നാക്സൊക്കെ വിറ്റിരുന്ന പല കടകളും ഇന്ന് ഷട്ട് ഓഫ് ആയി അടച്ചിട്ടു. കാരണം കൊമേഴ്ഷ്യൽ ഗ്യാസ് കിട്ടുന്നില്ല. രാജ്യത്താകെ ഗ്യാസ് കിട്ടാനുള്ളൊരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതെല്ലാം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ നടന്ന പ്രശ്നം നമുക്ക് ഗൾഫിൽ നിന്നും ഓയിലും ഗ്യാസും വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹോർമൂസ് ഓയിൽ വാർ എന്ന് പറയുന്ന നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. എന്തായാലും ഗ്യാസിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം ഇന്ത്യയിലുണ്ട്. LPG ഗ്യാസ്, അത് കൊമേഴ്ഷ്യൽ ഗ്യാസ് ആണെങ്കിലും ആൾക്കാർക്കുള്ള സപ്ലൈയുടെ വലിയൊരു പ്രോബ്ലം ഇവിടെ ഉണ്ട്. ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഇത്തരത്തിലൊരു LPG ഡിഫിക്കൽട്ടി വന്നു കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റി സുരക്ഷ അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? പറയുന്നുണ്ട് കൃത്യമായിട്ട് എന്താണ് ESMA, എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട് ഉണ്ട്, ECA, എസെൻഷ്യൽ കോമോഡിറ്റീസ് ആക്ട് ഉണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ റെഗുലേഷൻ കൊണ്ടുവന്നു. ESMA വന്നു, ECA വന്നു. ഇതെല്ലാം എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ്, എങ്ങനെയാണ് ഗവൺമെൻറ് ഇത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്, ഇനി എന്ത് സൊല്യൂഷൻസ് നമുക്കിതിൽ എടുക്കാൻ പറ്റും എന്നൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു IAS ഫാക്ടേഴ്സ് കോണ്ടെക്സ്റ്റ്. LPGയുടെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പേ തന്നെ LPG പ്രശ്നം എത്രത്തോളം രൂക്ഷമാണ്, ഇന്ത്യനെ പല സ്റ്റേറ്റിൽ എങ്ങനെ ഇത് ബാധിച്ചു എന്നുള്ള അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളതെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്തു പോവാം. പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് മഹാരാഷ്ട്ര, കേരള, കർണാടക, ഒരുപാട് സ്റ്റേറ്റ്സിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ റീസെൻ്റ്ലി അവൈലബിൾ ആയിരുന്നു. അതിൽ മഹാരാഷ്ട്രയിൽ തന്നെ, മുംബൈയിൽ തന്നെ ഏകദേശം 20% ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും അടച്ചു കഴിഞ്ഞു. അവിടുത്തെ ഫേമസ് ഫുഡായിരുന്ന, സ്ട്രീറ്റ് ഫുഡായിരുന്ന, നമ്മളെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള വടാപ്പാവും സമൂസ, അങ്ങനത്തെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ്, അങ്ങനത്തെ ഒരുപാട് മേജർ ഷോപ്പുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. പ്രധാനമായും ഓർക്കേണ്ടത് ആ ഭാഗത്തുള്ള ഒരുപാട് സാധാരണക്കാരൻ്റെ ഏക ആശ്രയമാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അവിടുത്തെ ലേബറേഴ്സ് ആണെങ്കിലും, മോട്ടോർ ഡ്രൈവേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, ഒരുപാട് ആൾക്കാർ കമ്മ്യൂട്ട് ചെയ്യുന്നവരുടെ ഫുഡിൻ്റെ മേജർ ഇവരെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം അടച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഏകദേശം 40% റെസ്റ്റോറൻറ്റ്സ് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അതും പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ദോശ, പൂരി, ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്ന ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം പല ഹോട്ടലുകളും മെനുന്ന് എടുത്ത് മാറ്റി. കേരളത്തിലും കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാലും പലവരും എടുത്തു മാറ്റി. ബാംഗ്ലൂരുള്ള ഒരുപാട് IT കമ്പനീസ് പോലും അവരുടെ മേജർ ഓപ്പറേഷൻസ് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറ്റി. കാരണം അവരുടെ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നില്ല. ക്യാൻറ്റീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരുടെയും ഫുഡ് സോഴ്സ് പോയതുകൊണ്ട് അവർ വർക്ക് ഫ്രം ഹോം അസൈൻ ചെയ്തിട്ടുണ്ട്. മെനുവിൽ നിന്നും പല ഫുഡുകളും ഇപ്പോൾ കാണാനില്ല. റവ ദോശയോ അല്ലെങ്കിൽ ദോശ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പലരും അത് ഉണ്ടാക്കുന്നില്ല. ലിമിറ്റഡ് മെനുവിൽ പോകുന്നൊരു കാഴ്ച നമുക്ക് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും കാണാൻ സാധിക്കും. ഇക്കൂട്ടത്തിൽ കേരളം വളരെയധികം ഒരു പ്രോമിനൻസ് നേടിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാസീവ് സ്കെയിലിൽ വിറകടുപ്പുകൾ കൂട്ടി ഹോട്ടലുകൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്തു. കാരണം കേരളത്തിലെ സംബന്ധിച്ചോളം നമ്മളിത് പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും പല വീടുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സിറ്റി ടൗൺ ഏരിയാസിലല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വിറകടുപ്പ് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാവരും ഹോട്ടൽസ് എല്ലാം സാമ്പാർ ഉണ്ടാക്കാനും റൈസ് കുക്ക് ചെയ്യാനും ബാക്കി കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുറത്ത് വിറക് കൂട്ടി ഹോട്ടലുകളിൽ ഈ പ്രശ്നം മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രോബ്ലംസ്. പല കല്യാണങ്ങളും ഇന്ത്യയിൽ ഷെഡ്യൂൾഡ് ആയിരുന്ന വളരെ ചെറിയ കല്യാണങ്ങൾ തൊട്ട് വലിയ കല്യാണം, മാരേജ് പാർട്ടീസ്, പീക്ക് സീസണിൽ നിൽക്കുന്ന പല കല്യാണങ്ങളും കോൾ ഓഫ് ചെയ്തു. കാരണം ഫുഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഗ്യാസ് കിട്ടുന്നില്ല. ഇത് കാരണം ഒരു കല്യാണം നമുക്ക് നോക്കുമ്പോൾ ആവറേജ് അറൗണ്ട് 25 മുതൽ 35 സിലിണ്ടർ വരെ ഒരു കല്യാണ ദിവസം ചിലവാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും മാറ്റിവെച്ചു. സ്ട്രീറ്റ് വെൻഡേഴ്സ് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി. ബോംബെയിൽ മാത്രമല്ല, സാധാരണ സ്ട്രീറ്റ് ഫുഡ് വെക്കുന്ന ചെറിയ നമ്മുടെ നാട്ടിൽ തട്ടുകട എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ സ്നാക്സ്, ചായക്കടി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള എല്ലാവരുടെയും ഒരു ഫേവററ്റ് ആയിരുന്ന പല സംഭവങ്ങളിലും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇവർക്ക് ഗ്യാസ് സപ്ലൈ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിനൊരു മറുവശം എന്ന് പറയുന്ന പോലെ ഇതിനൊരു ഓൾട്ടർനേറ്റ്, ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലെ റെക്കോർഡ് സെയിൽസ് ആയിരുന്നു ഇലക്ട്രോണിക് അപ്ലയൻസിന്. പണ്ട് കെറ്റിലും എയർ ഫ്രയറും ഇതൊക്കെ ഇലക്ട്രോണിക് അപ്ലയൻസസിൽ കുക്ക് ചെയ്യാത്ത പലരും, ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾക്കൊക്കെ 30-35% ഡിമാൻഡ് കൂടി. അതായത് അവർക്കും അത്രയും തന്നെ ഡിമാൻഡ് ഇന്ത്യയിൽ കൂടി. എല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് വെള്ളം ചൂടാക്കാനും വെജിറ്റബിൾസും പാല് ചൂടാക്കാനും ഒക്കെ ഇലക്ട്രോണിക്കൽ ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളും എയർ ഫ്രയേഴ്സും എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത ഇതിൻ്റെ ഇലക്ട്രിക്കൽ ലോഡ്
അതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ലോഡ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ. എന്താണ് ഈ LPG ഇഷ്യൂവിൻ്റെ പ്രധാന കാരണം? നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹോർമൂസ് വാറിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിൽ ഹോർമൂസ് സ്ട്രെയിറ്റ് ഇറാൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് ഇറാൻ കൺട്രോൾ ചെയ്ത് ഈ സ്ഥലം ഡിസ്റപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൂടെ ഷിപ്സിന് വരാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഓയിലിന് പ്രഷർ വരുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രഷർ ഫീൽ ചെയ്യും. ഇത് തന്നെയാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു ബാർഗെയിനിങ് ആയുധവും. ഇത് തന്നെയാണ് ലോകത്തിന് മുഴുവൻ ഈ പ്രഷർ വരുമ്പോൾ ഈ പ്രഷർ ഇവർ അമേരിക്കയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ലോജിക്. അതൊരു കാരണമാണ്. കാരണം ഇന്ത്യയിലെ 60% ഓഫ് ഗ്യാസുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇനി എന്താണ് ഈ LPG പ്രശ്നം എന്നുള്ളത് നമുക്കിത് ഇന്ത്യയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ LPG അല്ലെങ്കിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മൾ വളരെ നമ്മൾ LPG അറിയാത്ത ആൾക്കാരൊന്നുമല്ല, എല്ലാവരും കാണുന്നതാണ്. ഇതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇത് ബേസിക്കലി പ്രൊപ്പെയിനും ബ്യൂട്ടെയിൻ ഗ്യാസസ് ആണ് മെയിൻലി LPGയുടെ സംഭവം എന്ന് പറയുന്നത്. കൂടുതലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ ഗ്യാസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ റിഫൈനിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തോ ഗ്യാസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് C3 C4 എന്ന് പറയുന്നത്. C3 പ്രൊപ്പെയിനും C4 ബ്യൂട്ടെയിനും. അപ്പോൾ ഈ ഗ്യാസുകൾ ആക്ച്വലി ലിക്വിഫൈഡ് എന്ന വാക്ക് വരാൻ കാരണം തന്നെ ഇതൊരു അണ്ടർ പ്രഷറൈസ്ഡ് കണ്ടീഷൻസിൽ ഇതിനെ പ്രഷർ ചെയ്ത് ഇതിനെ ലിക്വിഡ് ഫോമിലേക്കാക്കി സിലിണ്ടറിലും ഇതിലൊക്കെ ആക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാവുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, LPGയുടെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രീമിൽ C3 C4 സ്ട്രീമിൽ വേറെയും ഗ്യാസുകളുണ്ട്. ഇപ്പോൾ പ്രൊപ്പെയിൻ ബ്യൂട്ടെയിൻ പോലെ തന്നെ പ്രൊപ്പിലീൻ ബ്യൂട്ടീൻസ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത്, LPG ക്ഷാമം വരുന്ന സമയത്ത് ഗവൺമെൻറ് പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് റിഫൈനറീസിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീംസിൽ C3 C4 വരുന്ന സ്ട്രീംസിലെ ഗ്യാസുകൾ മറ്റു പെട്രോ കെമിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി തൽക്കാലത്തേക്ക് ഈ ഗ്യാസുകളെല്ലാം നമുക്ക് LPGക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം. നമുക്ക് വീടുകളിലേക്കുള്ള LPG ആണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സോ ഗവൺമെൻറ്റിന് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഗ്യാസിൻ്റെ യൂസേജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന യൂസേജിനെ മാറ്റുക എന്നുള്ളതായിരുന്നു. ഒരു തരത്തിൽ ഇതൊരു LPG എമർജൻസി തന്നെയാണ് രാജ്യത്ത്. നമ്മൾ ഫിനാൻഷ്യൽ എമർജൻസി, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ പറയുന്ന പോലെ ഒരു എമർജൻസി തന്നെയാണ്. കാരണം ഇന്ത്യയുടെ മൊത്തം LPG ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, നമ്മളൊരു സപ്ലൈ ചെയിൻ എന്നൊക്കെ പറയുന്ന പോലെ ഈ സപ്ലൈ ചെയിനിൽ മുഴുവൻ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇന്ത്യ തന്നെ നമുക്ക് LPG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LPG പല തരത്തിൽ, മെയിനായിട്ടുള്ള 3 തരങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഡൊമസ്റ്റിക് LPG, നമുക്ക് വീടുകളിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട്, പല ഇതിൽ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ LPG ആണ്. കൂടുതലും റെസ്റ്റോറൻറ്റ്സിലും ബേക്കറീസിലും ഹോട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കളർ കണ്ടിട്ടുണ്ടാവും, കളർ വ്യത്യാസം ഉണ്ടാവും, LPG കൊമേഴ്ഷ്യൽ കളർ വ്യത്യാസമുണ്ട്. പിന്നെയുള്ളത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയൽ യൂസിനുള്ള LPG ആണ്. അപ്പോൾ ഇങ്ങനെ LPG ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കിതിൻ്റെ ഒരു സപ്ലൈ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റിഫൈനറി അല്ലെങ്കിൽ ഇമ്പോർട്ട് ടെർമിനൽസ്, ഇത് ടെർമിനൽസ് സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇമ്പോർട്ട് ചെയ്ത് പുറത്ത് രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇമ്പോർട്ട് ടെർമിനൽസ് നിന്നും റിഫൈനറിയിൽ നിന്നും അടുത്തത് ഇത് ബോട്ട്ലിംഗ് പ്ലാന്റിലേക്കാണ് പോകുന്നത്. ആ ബോട്ട്ലിംഗ് പ്ലാന്റിൽ തന്നെയാണ് ഇത് സിലിണ്ടേഴ്സിലൊക്കെ ആക്കി മാറ്റുന്നത്. അവിടെ നിന്നും LPG ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. സോ ഇതാണ് നോർമൽ സപ്ലൈ ചെയിൻ. സോ ഒരു മാറ്റം വരുത്തണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രയോറിറ്റൈസ് ചെയ്തു ഹൗസ് ഹോൾഡ്സ്, വീടുകളിലേക്ക് ആദ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ എല്ലാം ഇതിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ സപ്ലൈ ചെയിനിൽ പോലും വ്യത്യാസം വരുന്നുണ്ട് ലോജിസ്റ്റിക്കലി. ഇത് കൂടുതലും ഇവിടെയുള്ള ട്രക്കുകൾ കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സിന് പകരം ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സ് കൊണ്ടുവരുമ്പോൾ മുഴുവൻ സിസ്റ്റം മാറി മുഴുവൻ വണ്ടികളും അതിനു വേണ്ടി ഉപയോഗിച്ച് അവിടെ നിന്നും ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സ് എടുത്ത് വീടുകളിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു മാറ്റം ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും അവിടെ വരുന്ന ഒരു പ്രോബ്ലം, അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വീടുകളിലെ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ കടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്സ്, ഇതായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ, ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇതിന് വർക്ക് ചെയ്യുന്ന ജോലിക്കാർ, ഇവനൊരു ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ, ഗിഗ് എക്കോണമിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാവുന്നുണ്ട്. സോ എന്താണ് ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു സ്ട്രാറ്റജി, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാം? ഇതൊരു പ്രധാന ചർച്ച തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യക്ക് LPG ബഫർ സ്റ്റോക്ക് സിസ്റ്റം ഉണ്ട്. വലിയ ബഫർ സ്റ്റോക്ക് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു റിസർവ് സ്റ്റോക്ക് LPGക്ക് നമുക്കുണ്ട്. അതിന് പ്രധാനപ്പെട്ട LPG ഹബ്ബുകളുണ്ട് ഇന്ത്യയിൽ. വിശാഖപട്ടണം, മംഗലാപുരം, ഹൽദിയ, മുംബൈ റീജിയനിലൊക്കെ LPG സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ സപ്ലൈ പ്രോബ്ലംസ് വരുന്ന ഡിഫിക്കൽട്ടി സമയത്ത് നമ്മൾ ഇവിടെയുള്ള
ഈ LPG യൂണിറ്റിൽ നിന്നുള്ള ഹബ്ബിൽ നിന്നുള്ള ഗ്യാസുകൾ പ്രയോറിറ്റൈസ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ഗ്യാസുകളും വീട്ടുകളിലേക്കും ഹൗസ് ഹോൾഡ്സിലേക്കാണ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചതുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ ഓയിൽ ആംബിഷൻസ്, ഗ്യാസ് ആംബിഷൻസ് നിർത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഗൾഫ് കൺട്രീസ് ഇല്ലെങ്കിലും നമുക്ക് LPG ഉണ്ടാക്കണോ, അല്ലെങ്കിൽ LPGയുടെ സപ്ലൈ ഗവൺമെൻറ് സപ്ലൈ നിലനിർത്താൻ വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുന്നുണ്ട്. ഈ അടുത്ത ചർച്ചകൾ വന്നിരുന്നു. ഇറാൻ ഇന്ത്യൻ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചതിന് ശേഷം ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ ടാങ്കേഴ്സ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി വിടാനും അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് പ്ലാൻ ചെയ്തൊരു പ്ലാൻ ബി വേണ്ടേ എന്ന് പറയുന്ന പോലെ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് പ്ലാൻ ബി ഉണ്ട്. അതായത് നമ്മൾ LPG, അതും ഇനി LPG തരാൻ പറ്റിയില്ലെങ്കിലും പ്രൊപ്പൈനും ബ്യൂട്ടൈനും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യും. ഉദാഹരണത്തിന് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് എടുക്കാം, നോർവേയിൽ നിന്ന് എടുക്കാം, റഷ്യയിൽ നിന്ന് എടുക്കാം, കാനഡയിൽ നിന്ന് എടുക്കാം. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് LPG എടുക്കാൻ പറ്റും. ഹോർമൂസ് സ്ട്രെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ട. നമുക്ക് ജോഗ്രഫി കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വഴി വരുമ്പോൾ മാത്രമാണ് നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, UAE വരുമ്പോഴാണ് ഈ പ്രശ്നം, സൗദി വരുന്ന പ്രശ്നം. പക്ഷേ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മെഡിറ്ററേനിയൻ സീ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അവർക്ക് റഷ്യ ആണെങ്കിൽ പോലും റഷ്യയുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇവർക്ക് മെഡിറ്ററേനിയൻ സീ വഴി ഓപ്പറേറ്റ് ചെയ്ത് സുയസ് കനാൽ വഴി, റെഡ് സീ വഴി അറേബ്യൻ സീയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും പ്രശ്നം ഹൂത്തികളുടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആ റൂട്ട് ഇവർക്ക് എടുക്കാം. ഇനി അല്ല, മറിച്ച് അറ്റ്ലാന്റിക് ഓഷൻ്റെ ത്രൂ നോക്കുകയാണെങ്കിൽ തന്നെ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് വഴി, പണ്ട് പോർച്ചുഗീസിലെ വാസ്കോഡ ഗാമയും ബാർത്തലോമേ ഡയസും പഴയ നാവികരെല്ലാം വന്ന ആ റൂട്ട് വഴി അറേബ്യൻ സീ വഴി ഇന്ത്യയിലേക്ക്, ബോംബെയിലേക്കും എത്താൻ, മംഗലാപുരത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ദൂരം ഇത്തിരി കൂടുതലായതുകൊണ്ട്, പക്ഷേ ഡെഫിനറ്റ്ലി ഒരു സപ്ലൈ പ്ലാൻ ബി തന്നെയാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഇഷ്യൂസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഗവൺമെൻറ്റിന് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് എസെൻഷ്യൽസ് കോമഡിറ്റി ആക്ട് ECA 1955 ESMA എസെൻഷ്യൽസ് മെയിൻ്റനൻസ് ആക്ടും വരുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് നോക്കാം. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ, സിസ്റ്റത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽ കോമഡിറ്റീസ് ആണ് ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം ഒരു വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽ കോമഡിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തുവാകും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് ഗ്രെയിൻസ്, പെട്രോളിയം പ്രൊഡക്ട്സ്, ഡ്രഗ്സ്, ഫെർട്ടിലൈസേഴ്സ്, LPG തുടങ്ങിയ ഒരുപാട് ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഇതെല്ലാം മനുഷ്യന് ഏറ്റവും ഇമ്മീഡിയറ്റ്ലി വേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ വിലക്കയറ്റം തടയുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. കാരണം ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ മിക്ക ആൾക്കാരും ഇതായിട്ട് ഡീൽ ചെയ്യുന്ന, ഈ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും അവരുടെ സീക്രട്ട് വെയർ ഹൗസിലും സ്റ്റോറേജിലൊക്കെ കൊണ്ടുപോയി സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുകയും പൂഴ്ത്തി വെക്കുകയും ചെയ്തിട്ട് ഇത് ഇരട്ടി വില അല്ലെങ്കിൽ ട്രിപ്പിൾ വിലയ്ക്ക് ഇത് മറിച്ച് വെക്കും, ബ്ലാക്ക് മാർക്കറ്റ് ചെയ്യും. അങ്ങനെ ഒരു നെഗറ്റീവ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് എസെൻഷ്യൽസ് കോമഡിറ്റീസ് ആക്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോഴത്തെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ ECA എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് കൊണ്ടുവന്നത് തന്നെ LPGയുടെ ക്ഷാമമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഈ ആക്ട് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമുണ്ട്. എസെൻഷ്യൽ കോമഡിറ്റീസിൻ്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ കൺട്രോള്, ഇതിൻ്റെ പ്രൈസിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെയായിരിക്കും ഇനി ഇത് വാങ്ങുക. സോ എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ LPGയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് LPG എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ആർക്ക് കൊടുക്കാം, ഇന്ന ആർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിലൊരു ലിമിറ്റേഷൻ വെക്കാം, സ്റ്റോക്ക് കോട്ടാസ്, ഇത്ര സംഭവങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല, ഇതിനൊരു കോട്ട കൊണ്ടുവരാം, ഇങ്ങനെയെല്ലാം തീരുമാനിക്കും. ഇതിൻ്റെ വില നിർണ്ണയിക്കാം, എപ്പോൾ വേണോ റെയ്ഡോ അറസ്റ്റോ ഗോഡൗൺ സെർച്ചോ ചെയ്യാം, ബ്ലാക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ ശിക്ഷ വളരെ സിവിയർ ആയിട്ടുള്ള ശിക്ഷയും പെനാൽറ്റിയും ഫൈൻസും ഇമ്പോസ് ചെയ്യാം. ആൻഡ് ഗവൺമെൻറ് വേണമെങ്കിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ LPG നമുക്ക് ആദ്യം നമ്പർ 1 പ്രയോറിറ്റി ലിസ്റ്റിങ്ങിൽ ഹൗസ് ഹോൾഡ്സ്, വീട്ടുകാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽസിന് പ്രയോറിറ്റൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ CNG ട്രാൻസ്പോർട്ടേഷന് വേണ്ട ആൾക്ക് ലിസ്റ്റ് ചെയ്യാം. കൊമേഴ്ഷ്യൽ ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇൻഡസ്ട്രീസിന് കൊടുക്കണോ, ഫെർട്ടിലൈസിങ് പ്ലാന്റിന് കൊടുക്കണോ എന്നുള്ള പ്രയോറിറ്റി ഓർഡറൊക്കെ എസെൻഷ്യൽസ് കോമഡിറ്റീസ് ആക്ട് വന്നാൽ ഗവൺമെൻറ്റിന് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനുള്ള എല്ലാ റൈറ്റ്സും പവറും കിട്ടുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിൽ എസെൻഷ്യൽ കോമഡിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അടുത്തത് ESMA ആണ്, എസെൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട്. ഇതിൽ ആ വാക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ സർവീസസ്. ഇത് എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട് പോലെ അല്ല, ഇത് സർവീസസ് റിലേറ്റഡ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ, തീ പിടിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അവിടെ തയ്യാറാക്കി വെക്കുന്നതല്ല നല്ലത്. അല്ലാതെ തീ പിടിച്ചിട്ട് എക്സ്റ്റിങ്ക്വിഷർ അന്വേഷിക്കുന്നതിനെക്കാട്ടും നല്ലത് തീ പിടിക്കുമെന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എല്ലാം സ്റ്റാൻഡ് ബൈയിൽ വെക്കുക എന്ന് പറയുന്ന പോലെയാണ്.
ഗവൺമെൻറ് കുറേ എസെൻഷ്യൽ സർവീസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ, ഫ്യൂവൽ, LPG, പബ്ലിക് യൂട്ടിലിറ്റി, ഹെൽത്ത് കെയർ, അങ്ങനെ കുറേ സർവീസസ് ഉണ്ട് മസ്റ്റായിട്ടുള്ളത്. ഈ സർവീസസ് ഒരിക്കലും തടസ്സപ്പെടാൻ പാടില്ല, ഒരിക്കലും നിർത്താൻ പാടില്ല. ഒരു പ്രശ്നമുണ്ടായി, ഒരു കലാമിറ്റി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി, ഇഷ്യൂ വന്ന് എസ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സർവീസസ് ഒരിക്കലും നിർത്താൻ പാടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും പ്രശ്നം LPG ഇഷ്യൂ ആണ്. ഇനി പണ്ട് കാലത്ത് എസ്മ വന്നിരുന്നത് ആൾക്കാർക്ക്, എംപ്ലോയീസിനൊന്നും സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല, സമരം വിളിക്കാനോ ഹർത്താൽ നടത്താനോ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല. എസ്മ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ പ്രശ്നം ആലോചിച്ച് നോക്കുക. LPGയുടെ ക്രൈസിസ് ഉണ്ട്. LPGയുടെ ബോട്ട്ലിംഗ് പ്ലാന്റിൽ അവിടുത്തെ തൊഴിലാളികൾ സമരം ചെയ്യുകയാണ്, ഞങ്ങളില്ല. ട്രാൻസ്പോർട്ടിംഗ് ഡ്രൈവേഴ്സ് പറയാൻ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല, ടാങ്കർ ഡ്രൈവേഴ്സ് പറയാൻ ഞങ്ങൾ ഇനി വണ്ടി ഓടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ട്രൈക്കിൽ പോവുക. യൂണിയൻകാർ നമ്മളെ ഭീഷണിപ്പെടുത്തി, യൂണിയൻ സമരം വരുന്നു. എസ്മ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എസ്മ വന്നാൽ ഒരു സ്ട്രൈക്കും പറ്റില്ല. ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എംപ്ലോയീസിനെ തിരിച്ച് വർക്കിലേക്ക് പോകാൻ പറയാം, കണ്ടിന്യൂ യുവർ ഡ്യൂട്ടി, നോ സ്ട്രൈക്ക്. അങ്ങനെ വന്നാൽ അറസ്റ്റ് ഉണ്ടാവാം, സീരിയസ് ആയിട്ടുള്ള പെനാൽറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് LPG പ്രശ്നം വന്നപ്പോൾ ഗവൺമെൻറ് എസ്മ കൊണ്ടുവന്നത്, എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട് കൊണ്ടുവന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും LPG റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസുകളും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സീംലെസ് ആയിട്ട് പ്രവർത്തിക്കണം. അത് സിസ്റ്റത്തിന് ഒരു തരത്തിലൊരു പ്രൊട്ടക്ഷനും കൂടെയാണ് എസ്മ എന്ന് പറയുന്നത്. LPGയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൊമേഴ്ഷ്യൽ ആൾക്കാരുടെ വലിയൊരു പ്രശ്നം കൂടെ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. കാരണം ഹൗസ് ഹോൾഡ്സിനും വീട്ടുകാർക്കെല്ലാം പ്രയോറിറ്റിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സും, ഇന്ത്യയുടെ ഒരു വലിയൊരു ബാക്ക് ബോൺ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഗ്യാസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ കോമഡിറ്റീസ് ആക്ട്സ് അനുസരിച്ചിട്ടും ഇവർക്കില്ല, എല്ലാം ബാക്കി പ്രയോറിറ്റീസ് അവർക്കാണ്, ഇവരാണ് ലാസ്റ്റ് നിൽക്കുന്നത്. സോ ഈ ഒരു എക്കോസിസ്റ്റം കൊണ്ട് ജീവിക്കുന്ന എത്രയോ കോടി ജനങ്ങളുണ്ട്. ശരിക്കും ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രം, അവരുടെ ശമ്പളം മാത്രമല്ലല്ലോ, അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോരം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ, ആ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് ഇല്ലാതാവുന്നു. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തോരം വലിയ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടാവുന്നുള്ളത് വലിയൊരു ഫാക്ടർ. പക്ഷേ റെസ്റ്റോറൻറ്റ്സിന് ഫുഡ് സപ്ലൈ ചെയ്യുന്ന, അവർക്ക് സ്റ്റോക്ക് കൊടുക്കുന്ന ആൾക്കാർ, അവർക്ക് മീറ്റ് കൊടുക്കുന്ന ആൾക്കാർ, ഫിഷ് സപ്ലൈ ചെയ്യുന്ന, പാക്ക് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ എത്ര സബ് ഇൻഡസ്ട്രീസ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രി മുഴുവൻ നശിക്കാതെ നോക്കുക എന്നുള്ളതും ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പ്രയോറിറ്റിയാണ്. സോ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാവുന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, ഒരു മിനിമം കോട്ട സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ. അതായത് സാധാരണ ഇതിൽ 100 സിലിണ്ടർ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 30 മുതൽ 40 സിലിണ്ടർ വരെ കൃത്യം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോകാമെന്നുള്ള ഒരു സിസ്റ്റമാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒരു ആവറേജ് ഹോട്ടൽ എടുത്താൽ തന്നെ 3 മുതൽ 5 സിലിണ്ടർ തന്നെ ചെറിയ ഇതിന് വേണ്ടി വരും. ഒരു മീഡിയം റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ 10 മുതൽ 15 സിലിണ്ടറും, വലിയ ഹോട്ടൽസും കല്യാണവും ഒക്കെ ആണെങ്കിൽ 30 മുതൽ 50 സിലിണ്ടേഴ്സ് വരെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഇതിൻ്റെ മിനിമം റൊട്ടേറ്റിംഗ് കോട്ട വന്നു കഴിഞ്ഞാൽ മിനിമം സ്റ്റോക്ക് വരുന്നു, മെനുവിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തി ചെയ്യാം എന്നുള്ളതും വലിയൊരു സൊല്യൂഷനാണ്. പിന്നെ ഡൽഹി പോലത്തെ വലിയ സിറ്റീസിലൊക്കെ PNG ഉണ്ട്, പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന പോലെ. അത് കുറച്ചുകൂടെ വേറൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്, ഇത്രയും പ്രശ്നങ്ങളില്ല. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റംസ് ഒക്കെ എല്ലാ സിറ്റീസിലും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ഒന്നുമില്ല. അപ്പോൾ അത്തരം സിസ്റ്റംസിനെ കുറിച്ചിട്ടും ഭാവിയിൽ ചിന്തിക്കേണ്ടി വരും എന്നുള്ളതും ഒരു സൊല്യൂഷനാണ്. പിന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു LPG റിസർവ് സിസ്റ്റം ഇല്ല. ചെറിയ കുറച്ച് റിസർവ് ഹബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്രോളിയം ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ SPR എന്ന് പറയുന്ന സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉണ്ട്. പല മംഗലാപുരം, വിശാഖപട്ടണം, പടൂറിലൊക്കെ നാളൊരു ഒരു ഇമ്പോർട്ട് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞ് നമുക്ക് പെട്രോളിയം റിസർവ് ഇല്ല, ഇമ്പോർട്ടുകൾ നിന്നുപോയാലും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു റിസർവ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും ഈ സമയത്ത് പറയുന്ന വലിയൊരു സജഷനാണ് LPG റിസർവ് സിസ്റ്റംസ് വേണം. നമുക്ക് LPG സ്റ്റോറേജ് ടാങ്കേഴ്സ് ഉണ്ട്, പക്ഷെ ഇത് പറയുന്നത് വലിയ LPG റിസർവ്സ് വേണം. അതിന് രണ്ട് പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിസ്റ്റം, ഒരു ലോജിസ്റ്റിക്കൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. 30 മില്യൺ ടണ്ണോളം സേവ് ചെയ്യണം. അതിന് മുകളിൽ സേവ് ചെയ്യണമെങ്കിൽ വലിയ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് വേണം. കാരണം LPG സ്റ്റോർ ചെയ്യണമെങ്കിൽ വലിയ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ചേമ്പേഴ്സും ക്യാവേൺസും ഇതൊക്കെ വേണം. അപ്പോൾ അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഇത്രയും ഗ്യാസൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ചെറിയൊരു സ്ഥലമല്ല, അത്രയും വലിയൊരു ഏരിയ അതിനു വേണ്ടി തന്നെ സ്റ്റാൻഡ് ബൈയിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യത്ത് ഭാവിയിൽ ഇതുപോലത്തെ ഉള്ള LPG മിനിമം റിസർവ് ഉള്ള ഒരു സിസ്റ്റംസ് ഒക്കെ നമുക്ക് ഉടനെ തന്നെ വരണം. എന്തായാലും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പ്രശ്നം ഉടനെ സോൾവ് ആവുമെന്ന് വിചാരിക്കാം. ഈ ഒരു LPG എമർജൻസി രാജ്യത്ത് നിന്ന് ഉടനെ തന്നെ മാറുമെന്നും വിചാരിക്കാം.